വെൽക്കം ടു ഏറിസ് വ്ളോഗ്സ്. ഇന്ന് നമ്മൾ പോർട്ട്മാൻറ്റോ വേർഡ്സ് SSLC മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ഒരു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ക്വസ്റ്റ്യൻ ആണിത്. നമുക്ക് നോക്കാം എന്താണ് പോർട്ട്മാൻറ്റോ വേർഡ്സ്. പോർട്ട്മാൻറ്റോ വേർഡ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ട് വ്യത്യസ്ത വാക്കുകളെ കൂട്ടിച്ചേർത്ത് ഒരു പുതിയ വാക്കാക്കി മാറ്റുക. അതിനെയാണ് പോർട്ട്മാൻറ്റോ വേർഡ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ ഒരു 11 മണിയാകുമ്പോൾ എഴുന്നേറ്റ് ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും കൂടെ ചേർന്ന് ഒരു ആഹാരം കഴിക്കുന്നത്, അതിനെ നമ്മൾ ബ്രഞ്ച് എന്നാണ് പറയുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് പ്ലസ് ലഞ്ച്. അതുപോലെ തന്നെ ഇപ്പോൾ പുതിയതായിട്ട് കേൾക്കുന്ന ഒരു വാക്കാണ് സ്റ്റേക്കേഷൻ. സ്റ്റേ താമസിക്കുക, വെക്കേഷൻ അവധിക്കാലം, രണ്ടും കൂടെ ചേർത്ത് സ്റ്റേക്കേഷൻ എന്ന് പറയുന്നു. ദൂരസ്ഥലത്ത് റിസോർട്ടിലൊക്കെ പോയി കുറേ ദിവസം താമസിക്കുന്നതിന്. ഇങ്ങനെയുള്ള വേർഡ്സിനെയാണ് പോർട്ട്മാൻറ്റോ വേർഡ്സ് എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ നോക്കാം. Complete the narration with appropriate portmanteau words, choosing from those given in brackets. അതായത് ഉചിതമായ പോർട്ട്മാൻറ്റോ വേർഡ്സ് ഉപയോഗിച്ച് fill in the blanks. നമുക്ക് ആ വേർഡ്സിൻ്റെ അർത്ഥം ആദ്യം മനസ്സിലാക്കാം. ഫസ്റ്റ് വൺ, മോക്ട് ബ്രഞ്ച്. ബ്രഞ്ചാണ് ആദ്യത്തെ. നേരത്തെ നമ്മൾ പറഞ്ഞു ബ്രേക്ക്ഫാസ്റ്റ് പ്ലസ് ലഞ്ച്. രണ്ടാമത്തത് മോക്ടെയിൽ. അതൊരു തരം ഐസ്ഡ് ഡ്രിങ്ക് ആണ്, എന്നാൽ മദ്യമല്ല. മോക്ക് പ്ലസ് കോക്ടെയിലാണത്. മദ്യമല്ല, പകരം ജ്യൂസും ചില പച്ചമരുന്നുകൾ, സോഡ, ഇതെല്ലാം കൂടെ കൂട്ടിക്കലർത്തിയതിനെയാണ് മോക്ടെയിൽ എന്ന് പറയുന്നത്. അടുത്തത് സ്പോർക്ക്. സ്പൂണും ഫോർക്കും കൂടിച്ചേർന്ന് രണ്ടിൻ്റെയും ഫങ്ഷൻ ചെയ്യുന്ന ഒന്നിനെയാണ് സ്പോർക്ക് എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് മോറ്റേൽ. മോട്ടൽ എന്ന് പറഞ്ഞാൽ മോട്ടോർ പ്ലസ് ഹോട്ടൽ. അതായത് വഴി യാത്രക്കാർക്ക് വഴിയിൽ ഉള്ള സ്ഥലങ്ങളിൽ ചെറിയ ഹോട്ടലുകൾ ഉണ്ടാവും, അതിനെയാണ് മോട്ടൽ എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് സ്മോഗാണ്. SMOG. അതേതാണ്? സ്മോക്ക് പ്ലസ് ഫോഗ്. സ്മോക്ക് എന്ന് പറഞ്ഞാൽ പുക, ഫോഗ് എന്ന് പറഞ്ഞാൽ മൂടൽമഞ്ഞ്. ഇത് രണ്ടും കൂടെ ചേർന്ന് വരുന്ന ഒരു തരം എയർ പൊല്യൂഷൻ തന്നെ, അതിനെയാണ് സ്മോഗ് എന്ന് പറയുന്നത്. നൗ ഗോ ടു ദ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. യെസ്റ്റർഡേ വി സ്റ്റോപ്ഡ് അറ്റ് എ സ്മോൾ ഡാഷ് ഓൺ ദി ഔട്ട്സ്കേർട്സ് ഓഫ് ദ സിറ്റി ആഫ്റ്റർ എ ലോങ് ഡ്രൈവ്. ഒരു നീണ്ട യാത്രയ്ക്ക് ശേഷം സിറ്റിക്ക് പുറത്തായിട്ട് വരുന്ന ഒരു സ്ഥലത്ത് ഞങ്ങൾ ഒരു ചെറിയ ഡാഷിൽ നിർത്തി എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് ചേരുന്ന ഉത്തരം മോട്ടലാണ്. മോട്ടോർ പ്ലസ് ഹോട്ടൽ, മോട്ടൽ. ഒരു ചെറിയ ഭക്ഷണശാലയിൽ, മോട്ടൽ. ആസ് വി ഹാഡ് വോക്കൺ അപ്പ് ലേറ്റ്. വോക്കൺ അപ്പ് ലേറ്റ്, വൈകി ഉണർന്നു. അതാണ് നമ്മുടെ ക്ലൂ. വൈകി ഉണർന്നിട്ട് എന്താ ആഹാരം കഴിക്കുക? വി എൻജോയ്ഡ് എ ഡെലീഷ്യസ് ഡാഷ് ഓഫ് പാൻ കേക്ക്സ് ആൻഡ് ഫ്രൂട്ട്സ് ബിഫോർ ഹെഡിങ് ഔട്ട്. ഹെഡിങ് ഔട്ട് പുറത്തേക്ക് പോവുക. പുറത്തേക്ക് പോകുന്നതിന് മുമ്പ് എന്താ ആഹാരം കഴിച്ച്? രാവിലെ അല്ല, ഉച്ചയല്ല. അപ്പോൾ ഒബ്വിയസ്ലി നമ്മുടെ ആൻസർ ബ്രഞ്ചാണ്. വി എൻജോയ്ഡ് എ ഡെലീഷ്യസ് ബ്രഞ്ച്. ദ സിറ്റി എഹെഡ് was covered in thick dash making the sky dull and hazy. അപ്പം മുമ്പ് ഇവർ സിറ്റിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ എന്താണ് ഉണ്ടായിരുന്നത്? തിക്കായിട്ടുള്ള ഡാഷ്. അതുകൊണ്ട് സ്കൈ ഡള്ളായിരുന്നു, ഹേസി ആയിരുന്നു. ആകാശം മങ്ങി നിൽക്കുകയായിരുന്നു. അപ്പോൾ എന്തായിരിക്കും ഉണ്ടാവുക? സ്മോഗ്. സ്മോക്ക് പ്ലസ് ഫോഗ്. അപ്പോൾ നമ്മുടെ ആൻസർ അവിടെ സ്മോഗ് ആണ്. വി ഓർഡേർഡ് എ കൂൾ ഡാഷ് അറ്റ് എ നിയർ ബൈ cafe and chatted about our travel plans. We ordered a cool. അപ്പോൾ എന്തോ ഒരു ആഹാരമാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. എന്തായിരിക്കും അത്? മോക്ടെയിൽ. മോക്ക് പ്ലസ് കോക്ടെയിൽ. മോക്ടെയിലാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്.